ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സേമിയവും ഓട്സും അതുപോലെ സാബുനരി, അതായത് ചൊവ്വരി, സാഗോ സീഡ് എന്ന് പറയുന്ന അതും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത് സേമിയ ആണ്. പിന്നെ അതിലും കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലും കുറച്ച് സാഗോ സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് സേമിയം, അതായത് 250 മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഓട്സും 1/4 കപ്പ് സാബുനരിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചൊവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഞാൻ ഈ ചൊവ്വരി മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ 2 വിസിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം. ഞാനിത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിൽ തേങ്ങാപ്പാലൊന്ന് വേർതിരിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫസ്റ്റ് പാലും പിന്നെ സെക്കൻഡ് പാലും ആയിട്ടാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സേമിയം ചേർത്ത് കൊടുക്കുക. ഈ സേമിയം ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. പിന്നെ വറുത്തെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ ആവേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഈ ഒരു സ്വീറ്റ് റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇതാ ഒന്ന് സേമിയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രിസ്പിനെസ്സിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലാണ്. ഇത് ഫസ്റ്റ് പാലല്ല, കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം സേമിയം ഇതിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കുക. സേമിയം വേവുന്ന സമയം കൊണ്ട് നമ്മുടെ സാഗോ സീഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ 2 വിസിൽ തന്നെ മതിയാവും സാഗോ സീഡ് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് ആണ്. അപ്പോൾ ഓട്സ് ഈ തേങ്ങാപ്പാൽ കിടന്ന് തന്നെ വെന്ത് കിട്ടണം. പിന്നെ അധികം വേവില്ലാത്ത ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയം സേമിയവും ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു തേങ്ങാപ്പാൽ വറ്റുന്ന സമയം കൊണ്ട് സേമിയവും ഓട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതാ സേമിയവും അതുപോലെ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൊവ്വരി, അതായത് സാഗോ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓൾറെഡി സാഗോ സീഡ് കുക്കായത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി സേമിയവും അതുപോലെ ഓട്സും സാഗോ സീഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ ഒരു സമയത്ത് വേണം നമുക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ തേങ്ങാപ്പാലും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പിന്നെ തേങ്ങാപ്പാലിന് പകരം പാൽ യൂസാക്കുന്നവർക്ക് നേരത്തെ തന്നെ പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയും ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ, ബദാം, പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. ഞാൻ ഇതിലേക്ക് അല്പം കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. പിന്നെ അതുമാത്രമല്ല, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു പുഡിംഗ് പോലെയൊക്കെ ആയി കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.